LDF നഗരസഭ ഭരണസമിതി നിലമ്പൂർ നഗരസഭയിലെ ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടി സൗജന്യമായി ആരംഭിച്ച ഫിസിയോതെറാപ്പി സെന്റർ പുതിയ ഭരണസമിതി 7 മാസമായി അടച്ചുപൂട്ടിയിട്ടിരിക്കുകയാണെന്ന് LDF മുനിസിപ്പൽ കൺവീനർ കക്കാടൻ റഹീം. ഭിന്നശേഷി വിഭാഗത്തിലെ കുട്ടികൾക്കായി നടത്തിയിട്ടുള്ള വിവിധ പ്രവർത്തനങ്ങൾക്ക് LDF ഭരണസമിതിയുടെ കാലത്ത് വിവിധ പ്രവർത്തനങ്ങളാണ് നടത്തിയിരുന്നത്. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഭിന്നശേഷി സൗഹൃദ നഗരസഭയ്ക്കുള്ള പുരസ്കാരം കൂടി നേടിയ നഗരസഭയായിരുന്നു നിലമ്പൂർ നഗരസഭ. ഈ നഗരസഭയിലെ വിഭാഗങ്ങൾക്ക് വേണ്ടിയാണ് സൗജന്യ ഫിസിയോതെറാപ്പി സെന്റർ അന്നത്തെ ഭരണസമിതി ആരംഭിച്ചത്. എന്നാൽ 7 മാസമായി പുതിയ ഭരണസമിതി വന്നതിന് ശേഷം ഈ സൗജന്യ ഫിസിയോതെറാപ്പി സെന്റർ അടച്ചിട്ടിരിക്കുകയാണ്. പാവപ്പെട്ട ഈ വിഭാഗങ്ങൾ സ്വകാര്യ സ്ഥാപനങ്ങളെയാണ് ഇന്ന് ആശ്രയിക്കുന്നത്. 500-600 രൂപ ഫീസ് ഈടാക്കുന്ന സ്ഥാപനങ്ങൾക്ക് പോകാൻ കഴിയാതെ ഫിസിയോതെറാപ്പി ചെയ്യാൻ കഴിയാത്ത പരാതി വിവിധ രക്ഷിതാക്കളിൽ നിന്ന് ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് ഇത് തുറക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭയ്ക്ക് മുമ്പാകെ പരാതികൾ ഉന്നയിച്ചത്. എന്നാൽ ഈ മേഖലയ്ക്ക് കടന്നു വരാൻ തിരിഞ്ഞു നോക്കാൻ നഗരസഭ തയ്യാറാകുന്നില്ല. ഇത് തുറക്കണമെന്നാവശ്യപ്പെട്ട് ഇടപെടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകിയിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് വിലപിടിപ്പുള്ള ഉപകരണങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പണം വാങ്ങി സേവനം ചെയ്യുന്ന സ്വകാര്യ ഫിസിയോതെറാപ്പി സെന്ററുകളെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് പുതിയ ഭരണസമിതി ഈ സൗജന്യ ഫിസിയോതെറാപ്പി സെന്റർ അടച്ചിട്ടിരിക്കുന്നത്. നിരാലംബരായ പാവങ്ങളെ ദുരിതത്തിലാക്കുന്ന നഗരസഭാ ഭരണസമിതിക്കെതിരെ സംസ്ഥാന ഭിന്നശേഷി കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകിയിരിക്കുകയാണെന്ന് കക്കാടൻ റഹീം പറഞ്ഞു. SS Gold, Pure Gold. SS Group, നിലമ്പൂർ.